സഹനങ്ങളിൽ ചിലത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ നീ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങൾ ദൈവം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ കൃപകൾക്കും വേണ്ടി ഒരുക്കി വെച്ച സഹനമാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നന്മ ചെയ്തിട്ടും സത്യസന്ധമായിട്ട് ജീവിച്ചും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിട്ടും വചനമനുസരിച്ച് ജീവിച്ചിട്ടും സഹനമാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പ് നിന്റെ വില എത്രമാത്രം വലുതാണ്. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട്. സഹനങ്ങളിൽ ചിലത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ നീ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങൾ ദൈവം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ കൃപകൾക്കും വേണ്ടി ഒരുക്കി വെച്ച സഹനമാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നന്മ ചെയ്തിട്ടും സത്യസന്ധമായിട്ട് ജീവിച്ചും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിട്ടും വചനമനുസരിച്ച് ജീവിച്ചിട്ടും സഹനമാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പ് നിന്റെ വില എത്രമാത്രം വലുതാണ്. നീ എത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ആ വചനം ഒരിക്കൽ കൂടി നമ്മളൊന്ന് കേൾക്കാം. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ട് ഇന്ന് സഹനമാണെങ്കിൽ അത് ദൈവത്തിന് അത്രമാത്രം നീ പ്രിയപ്പെട്ടവരാണ്. ബൈബിളില് കുരിശിന്റെ വഴിയുടെ യാത്രയില് ഈ കുരിശ്, ഈശോയുടെ കുരിശ് നിർബന്ധപൂർവം ചുമക്കാനായിട്ട് ഈ ശിമയോനെ പ്രേരിപ്പിക്കുന്നുണ്ട്. കിറയൻകാരനായ ശിമയോനെ അവൻ നിർബന്ധത്തോടു കൂടി തന്നെ ആ കുരിശ് സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ കുരിശ് എടുത്ത് ഈശോയെ സഹായിക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൽ അവനുള്ള വില, പ്രിയപ്പെട്ടവരെ, അവനെ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ടവനാണ്. കാരണം ഈശോയുടെ കുരിശ് ചുമക്കാനുള്ള ഭാഗ്യം അവന് കിട്ടി. ഒരുപക്ഷെ അവൻ ആ സമയത്ത് ചുമന്നത് വലിയൊരു ഭാരം തന്നെയാണ്. ആ സമയത്ത് കടന്നുപോയത് വലിയൊരു വേദന തന്നെയാണ്. എങ്കിലും ആ നിർബന്ധപൂർവമാണെങ്കിലും ആ കുരിശ് അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് രക്ഷാകരമായിട്ട് മാറി, രക്ഷാദായകമായിട്ട് മാറി. നമ്മൾ ആഗ്രഹിക്കാത്ത സഹനങ്ങൾ വരുമ്പോഴും, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാതെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും, കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും ഒരുപക്ഷെ നിന്നെ നിർബന്ധിക്കപ്പെട്ടാണ് ഇത് സ്വീകരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടത്. എങ്കിലും അതില് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്. നിർബന്ധപൂർവം ചുമക്കുന്ന ഒരു മനോഭാവം, ഒരു കാരണവും ഇല്ലാതെ ഇത് ചുമക്കുന്നു, അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ സഹിക്കുന്നു. നന്മ ചെയ്തിട്ട് നന്മ ചെയ്തതിന്റെ പേരിൽ തിക്താനുഭവങ്ങൾ കടന്നു വരിക. അങ്ങനെയും കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നീ ആ കുരിശിന്റെ ഭാരം, ഈശോയുടെ കുരിശിന്റെ ഭാരം ലഘൂകരിക്കാനായിട്ട് കുരിശ് ചുമന്ന ശിമയോനെ പോലെ ആയിത്തീരുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് സ്ഥിരത. പിന്നെ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല, ദൈവത്തെ തള്ളിപ്പറയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരസ്കരിക്കാതെ, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ തിരസ്കരിക്കാതിരിക്കുക. ചില സഹനങ്ങളെ വിവരിക്കാനായിട്ട് പറ്റിയ കടന്നു പോകുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന സഹനത്തിന്റെ ആഴം അത്രമാത്രം വലുതാണ്. ചില സമയത്ത് ദൈവം പോലും ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ദൈവം പോലും കൈവിട്ടോ, ഇത് എന്തിന്റെ പരിണിത ഫലമാണ്, ഇതെന്തുകൊണ്ടാണ് ഇത്രയും ഭാരമായിട്ട് മാറിയിരിക്കുന്നത്, എന്തിനാണ് ഞാൻ ചുമക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. ഈ സഹനം ആഴപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും, സഹനം അതിന്റെ തീവ്രതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളില് വിചാരിക്കാത്ത ചോദ്യങ്ങളുടെ വലിയൊരു നീണ്ട നിരയാണ്. എന്തിനാണ് ഇത്? ദൈവം അനുവദിച്ചതാണോ? അല്ലെങ്കിൽ ഇത് എന്റെ പരിണിത ഫലമാണോ? എന്റെ പാപത്തിന്റെ പരിണിത ഫലമാണോ? എന്റെ പൂർവികരുടെ പാപത്തിൽ? ഇങ്ങനെ അനേകം ചോദ്യങ്ങളുണ്ട്. ഇത് തന്നെയാണ് ജോബ് നേരിട്ടത്. സഹനം വരുമ്പോൾ ജോബിന്റെ സഹോദരര് ജോബിനോട് പറയുന്നൊരു, നീ പാപം ചെയ്തിട്ടായിരിക്കും, നീ രഹസ്യമായിട്ട് പാപം ചെയ്തിട്ടുണ്ടായിരിക്കാം,
അല്ലെങ്കിൽ നിന്റെ കഴിഞ്ഞ കാലത്തെ പാപത്തിന്റെ പരിണിത ഫലമായിരിക്കും. ഇങ്ങനെ അനേകം ചോദ്യങ്ങളുണ്ട്. സഹന സമയങ്ങളിൽ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും. എന്നാൽ ഈ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ വിലപ്പെട്ടവനായിട്ട് മാറിക്കഴിയുമ്പോൾ, ദൈവം ഈ സഹനങ്ങൾക്കെല്ലാം വില നൽകിയെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിയുമ്പോൾ ഈ സഹനത്തിന്റെ ആ മാധുര്യം നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെട്ട് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിലെ വീണ്ടും നമുക്ക് ഓർമ്മിപ്പിക്കുക. അതായത് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2:19. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹ കാരണമായിട്ട്, വേദനകൾ സഹനങ്ങളെ ക്ഷമാപൂർവം സഹിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് ഈ അനുഗ്രഹദായകമായ സഹനങ്ങളുണ്ട്. ദൈവം ചില സഹനങ്ങളിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. വലിയ സഹനങ്ങളിൽ, അതായത് ജോസഫിന്റെ ജീവിതത്തിന്റെ സഹനങ്ങള് ഈ കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോഴും കാരാഗ്രഹത്തിൽ വെച്ച് ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കൃപ അവന് മറന്നു പോവുക. ജോസഫിന് ഈ പാനപാത്രവാഹകര് അവരുടെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പാനപാത്രവാഹകനോട് പറഞ്ഞതുപോലെ നടന്നു, അവനെ രാജകൊട്ടാരത്തിൽ എത്തിച്ചു. അവൻ മറന്നു പോവുക. അതും ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിലൂടെ ദൈവം വലിയൊരു കാര്യം ഒരുക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ജോസഫ് പുറന്തള്ളപ്പെടുക, നന്മ ചെയ്യാൻ വേണ്ടി പൊത്തിഫറിന്റെ വിശ്വസ്തത കാണിച്ചതിന്റെ പരിണത ഫലമാണ് പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ഓടിക്കപ്പെടുക, കാരാഗ്രഹത്തിൽ കടക്കപ്പെടുക. സഹോദരന്മാര് തന്നെ ഈ വരുമ്പോഴും അവസാന സമയത്താണ് ജോസഫ് എന്തുകൊണ്ടാണ് ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ കാരണം? ജോസഫിന്റെ സഹനം അത്രമാത്രം വലുതായതുകൊണ്ടാണ്. കാലക്രമത്തിൽ ഒരു ചോദ്യം വരും, നീ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടാൻ കാരണം? ഒരുപക്ഷെ പിന്നെ അതിനുള്ള ഉത്തരം, നീ അത്രമാത്രം സഹിച്ചിട്ടുണ്ട്, നീ അത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ മഹത്വം, അതായത് നമ്മൾ സഹിച്ചതിനൊക്കെ പ്രതിഫലം നൽകുന്നതാണ് ദൈവത്തിന്റെ മഹത്വം തന്നെ. അല്ലെങ്കിൽ രണ്ടാമത്തെ ആഗമനം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ്. അതായത് കർത്താവ് തന്റെ രണ്ടാമത്തെ ആഗമനത്തിന് മഹത്വത്തോടുകൂടി എഴുന്നള്ളി വരുമ്പോൾ, മഹത്വത്തോടുകൂടി എഴുന്നള്ളി വരുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്നവരായ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കലുള്ള പ്രതിഫലം നൽകപ്പെടും. അതുകൊണ്ട് ഈ സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് കഴിയുക. സ്നാപകൻ സഹിക്കുന്നത് ഈ നീതിക്ക് വേണ്ടിയാണ്. അതായത് ഈ മിണ്ടാതിരുന്നാൽ മതി, ഹെറോദിയായും ഹെറോദേസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ മതി. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് സഹനമാണ്, കാരാഗ്രഹത്തിലിടുക. അപ്പോഴും ആശ്വാസം എന്താ? ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് ഈ നന്മ ചെയ്തതിന്റെ പേരിലാണ്, ഒരു വ്യക്തിയെ തിരുത്തേണ്ടതിന്റെ പേരിലാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകും, മറ്റുള്ളവരെ നേരെയാക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്റെ പേരിലായിരിക്കാം, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ പേരിലായിരിക്കാം, ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന്റെ പേരിലായിരിക്കാം, പാപത്തിന് സമ്മതിക്കാത്തതിന്റെ പേരിലായിരിക്കാം. സമയത്തുള്ളത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ, ഞാൻ ഈ സഹിക്കുന്നതൊക്കെ ഈ നന്മ ചെയ്തതിന്റെ പേരിലാണ്. അപ്പൊ അതിനുള്ള പ്രതിഫലം, സ്നാപക യോഹന്നാന്റെ ആ പ്രതിഫലം അത്രമാത്രം വലുതല്ലേ? ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സ്നാപകൻ അറിയാം, ഞാൻ എന്റെ പാപത്തിന്റെ പരിണത ഫലമായിട്ടുള്ള കാരാഗ്രഹമല്ല, നന്മ ചെയ്തതിന്റെ പേരിൽ, നീതിപൂർവ്വം പ്രവർത്തിച്ചതിന്റെ പേരിലുള്ള കാരാഗ്രഹമാണ്. കുരിശിട്ട് പോകാനായിട്ട് എളുപ്പമാണ് എല്ലാവർക്കും. ഈ പറയാനായിട്ട് സഹനത്തെക്കുറിച്ച് എനിക്ക് പറയാൻ എളുപ്പമാണ്. സഹിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം അല്ലെങ്കിൽ അത്ര വേദന എന്ന് പറയുന്നത് ഈ കേട്ടിരിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം. പക്ഷെ ആ സഹനം കടന്നു പോകുന്ന, ആ വ്യക്തി കടന്നു പോകുന്ന സഹനത്തിന്റെ തീച്ചോള എന്ന് പറയുന്നത് അത്രമാത്രം വിവരിക്കാനായിട്ട്, ഇത് കേട്ടത് കൊണ്ടോ അതിനെ പങ്കുചേർത്തത് കൊണ്ടോ ആ സഹനത്തിന്റെ തീവ്രത പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. സഹിക്കുന്ന ഒരു വ്യക്തിക്ക് സഹനത്തിന്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഇത് തന്നെ ഒന്ന് മാറിപ്പോയിരുന്നുവെങ്കിൽ, ഈശോ പോലും പറയുന്നുണ്ട്. ഇതുപോലെ ഈ സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലേക്ക് വരും, ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, ഇതൊന്ന് തീർന്നിരുന്നുവെങ്കിൽ, ഇതൊക്കെ ഒന്ന് മാറിപ്പോയിരുന്നുവെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കുരിശിന്റെ വഴിയിൽ നിന്ന് ഓടി ഒളിക്കുവാനല്ല, അതൊരു പരാജയം തന്നെയാണ്. എന്നാൽ കുരിശിനോട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ളത് ഒരു കൃപയാണ്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ വലിയ സഹന തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും
ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിയുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ജീവിതത്തിൽ കൃപയുള്ള ഒരു വ്യക്തിയായിട്ട് നീ മാറും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.